ഹൗ പേരൻസ് unknowingly kill their child's creativity. രക്ഷകർത്താക്കൾ നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന ചില കാര്യങ്ങൾ അവരറിയാതെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയെ കൊല്ലുന്നു. അതെങ്ങനെയാണെന്നല്ലേ? അത് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, അതിനുള്ള പരിഹാരവും കൂടെ അറിയണ്ടേ? യെസ്, ആൻഡ് ഹൗ ക്രിയേറ്റീവ് ക്രാഫ്റ്റ് ട്രെയിനിങ് ബ്രിങ് ഇറ്റ്സ് ബാക്ക്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത്. ഹായ്, ഞാൻ അനീഷ് മോഹൻ, ഫൗണ്ടർ ആൻഡ് സിഇഒ ഹഗ് ഇന്റർനാഷണൽ LLP. എല്ലാ രക്ഷകർത്താക്കളും അവരുടെ മക്കൾ ഇതൊക്കെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എവ്രി പേരന്റ് വാണ്ട്സ് ദെയർ ചൈൽഡ് ടു ബി സക്സസ്ഫുൾ, ഹാപ്പി, കോൺഫിഡന്റ്, ഇൻഡിപെൻഡന്റ്, ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആൻഡ് ക്രിയേറ്റീവ്, അല്ലേ? പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്. ബട്ട് ആർ വി അൺനോയിങ്ലി സ്റ്റോപ്പിംഗ് അവർ ചൈൽഡ്സ് ക്രിയേറ്റിവിറ്റി? ചിലർ പരാതി പറഞ്ഞു കേട്ടില്ലേ, നിങ്ങൾക്കൊക്കെ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്, എനിക്ക് ക്രിയേറ്റിവിറ്റിയേ ഇല്ല എന്ന് പറയാറില്ലേ? അതിനകത്തൊരു ചെറിയ തിരുത്തൽ വരുത്തേണ്ടതുണ്ട്. നമ്മൾ എല്ലാവരും ജനിക്കുന്നത് ക്രിയേറ്റീവായിട്ടാണ്. നമ്മുടെ കുട്ടികളെ ഒബ്സർവ് ചെയ്താൽ മതി, ഇത് മനസ്സിലാകും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ സ്വഭാവങ്ങൾ എല്ലാവരും കാണിക്കും. അവരെപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. എന്ത് കാര്യം പുതിയത് കണ്ടാലും അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാ, ഈ WH ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇമാജിൻ ചെയ്യാൻ ഭയങ്കര കഴിവാണ്. ചെറിയ പ്രായത്തിൽ നമ്മൾ എത്രമാത്രം സ്വപ്നങ്ങൾ കണ്ടിരുന്നു. നമ്മളൊരു കഥ കൊച്ചിനോട് പറഞ്ഞു കൊടുത്തേക്കും, അപ്പം അത് ഭയങ്കരമായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് അത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇന്ന കളറായിരിക്കും, ഇന്ന വണ്ടിയായിരിക്കും, ഇന്ന കുതിരപ്പുറത്തായിരിക്കും വരുന്ന രാജകുമാരൻ എന്നൊക്കെ അവർ ഇമാജിൻ ചെയ്യും, അല്ലേ? അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള പ്രായമാണ് ഈ കുഞ്ഞുനാൾ. നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യും, ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ കാഴ്ചകൾ, അവിടെ പോകാനൊക്കെ പുതിയ സ്ഥലങ്ങൾ, എന്നെയും കൂടെ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ ഭയങ്കര ടെൻഡൻസിയാണ്. അതുപോലെ ബിൽഡ് ചെയ്യാൻ, പുതിയൊരു സാധനം കിട്ടിയാൽ, മേ ബി അതിൽ ഇപ്പം വേസ്റ്റ് പേപ്പർ ആയിരിക്കാം, കാർഡ്ബോർഡ് ആയിരിക്കാം, അത് വെച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ, ബിൽഡ് ചെയ്യാൻ, ചെറിയ പ്രായത്തിൽ വീടുകൾ ഉണ്ടാക്കുക, ആ വീട്ടിൽ താമസിക്കുക, പൂച്ചക്കുട്ടിക്ക് വേണ്ടി വീടുണ്ടാക്കി കൊടുക്കുക, അങ്ങനെ, അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ പോലുള്ള സാധനം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തുണ്ടാക്കുവാനുള്ള ടെൻഡൻസി ചെറുപ്പത്തിൽ വളരെ ഹയർ ആണ്. ഒപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ. എവിടെയെങ്കിലും ഒരു പുതിയ സംഭവം കണ്ടില്ല, ഇപ്പോൾ ചെണ്ട കൊട്ടുന്ന ആൾക്കാരെ കണ്ടാൽ വീട്ടിൽ കൊണ്ടുവന്ന ഒരു കമ്പെടുത്ത് വെച്ച് ഒരു പലകയിൽ ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കുക. ഒരു പുതിയൊരു എഞ്ചിനീയറെ കണ്ടാൽ, അവിടെ വെൽഡിങ് കണ്ടാൽ വീട്ടിൽ വന്നാൽ വെൽഡിങ് ചെയ്യുന്ന പോലെ കാണിക്കുക. ഒരു ടീച്ചറിനെ, സ്കൂളിൽ പോയി ടീച്ചറിനെ കണ്ടാൽ വീട്ടിൽ വന്നിട്ട് ആ കുട്ടി ടീച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യുക. അത് ആ ഒരു ക്ലാസ് റൂം സൃഷ്ടിക്കുക. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഇതിൻ്റെയൊക്കെ തല്ലി അതിനെ പഠിപ്പിക്കുന്ന രീതി നമ്മളും ചെയ്തിട്ടുള്ളതല്ലേ. അതുപോലെ തന്നെ എക്സ്പെരിമെന്റ് ചെയ്യാൻ, പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമാണ്. ആ ഒരു പ്രായത്തിൽ നമ്മൾ എവിടെയൊക്കെ എന്തെല്ലാം കണ്ടു ആ കാര്യങ്ങൾ, അടുക്കള അവരുടെ പരീക്ഷണശാലയാകാം, കൃഷിയിടം പരീക്ഷണശാലയാകാം, മുറ്റം പരീക്ഷണശാലയാകാം, JCB ഉപയോഗിച്ച് വരെ ഒരു പരീക്ഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നോക്കുമ്പോൾ എല്ലാ ആംഗിളും നോക്കിയാൽ എല്ലാ കുട്ടികളും ക്രിയേറ്റീവാണ്. അവർ ഈ സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ക്രിയേറ്റിവിറ്റി ഈസ് എ നാച്ചുറൽ ഗിഫ്റ്റ്. നാച്ചുറൽ ആയിട്ട് നമ്മൾ ക്രിയേറ്റീവ് ആണ്. എന്നാൽ എവിടെയാണ് സംഭവിക്കുന്നത്? ഇറ്റ് ഡസന്റ് നീഡ് ടു ബി ടോട്ട്. പഠിപ്പിക്കേണ്ടതില്ല. ഇറ്റ് നീഡ്സ് ടു ബി പ്രൊട്ടക്റ്റഡ്. അപ്പൊ പഠിപ്പിച്ചെടുക്കേണ്ട ഒരു സാധനമല്ല ക്രിയേറ്റിവിറ്റി, അത് പ്രൊട്ടക്ട് ചെയ്താൽ മതിയാകും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഏതോ ഒരു സമയത്ത് നമ്മൾ ഈ ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ വിശദമാക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ക്രിയേറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കാം. തിങ്ക് ഡിഫറently. ലോകത്തെ വേറെ ആംഗിൾ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. 2, സോൾവ് പ്രോബ്ലംസ്. പ്രശ്ന പരിഹാരങ്ങൾ കണ്ടെത്തുക. ഈ ജോബ് എന്ന് പറയുന്നത് ശരിക്കും എന്താ? അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ജീവിക്കുന്നതന്നെ ഒരു വരുമാനം, ഒരു ജോലി കിട്ടാൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യാനായിട്ടാണ്. ശരിക്കും എന്താ ഒരു ജോബ്, അല്ലെങ്കിൽ എന്താണ് ബിസിനസ്? സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരമാണ് ഏതൊരു ജോബും ഏതൊരു ബിസിനസ്സും, അല്ലേ? നമ്മുടെ സമൂഹത്തിന് വളരെയധികം ആവശ്യങ്ങളുണ്ട്. ഇതിനൊരു കൃത്യമായ പരിഹാരം നമ്മൾ നൽകുകയാണെങ്കിൽ അവിടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ എഡ്യൂക്കേഷൻ വഴി നേടേണ്ടത് എന്താ? പ്രോബ്ലം സോൾവ് ചെയ്യാനാ. നമ്മളൊക്കെ നിർഭാഗ്യവശാൽ സ്കൂളിലും കോളേജിലൊക്കെ പഠിപ്പിക്കുന്നത്, നീ പഠിച്ച് മിടുക്കനായിട്ട് ജോലി നേടൂ, ജോലി നേടിയിട്ട് ശമ്പളം മേടിക്കൂ. അല്ലെ, ജോലി എന്താ ചെയ്യണ്ടേ? ജോലിയിൽ ചെയ്യുന്നത് ആക്ച്വലി മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ പുറകിൽ നിൽക്കുന്നത് നമ്മൾ പറയുന്നത്. കാരണം മാർക്കറ്റിനെ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരുന്നില്ല. കാരണം ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ പഠിക്കേണ്ടത് പ്രോബ്ലം സോൾവർ ആകാൻ വേണ്ടിയിട്ടാണ്. മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക, മാർക്കറ്റിലെ പ്രോബ്ലങ്ങൾ പഠിക്കുക, അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുക. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അവിടെയാണ് ജനറേറ്റ് ഐഡിയാസ്. മാർക്കറ്റിൽ ഇപ്പോൾ നിലവിലുള്ള ഇഷ്യൂസിനുള്ള പരിഹാരം ഓൾറെഡി തന്നെ ഉണ്ടാകാം. അപ്പോൾ നിലവിലുള്ള ഇഷ്യൂസിന് പരിഹാരമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കണ്ടെത്തുമ്പോഴാണ്, അവിടെയാണ് ഒരു ഐഡിയ ഉണ്ടാകുന്നത്, അവിടെയാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്, അന്നേരമാണ് അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ട് പുതിയ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒന്നാണ് അഡാപ്റ്റ് ടു ചേഞ്ച്. പുതിയ മാറ്റങ്ങളെ സ്വീകരിക്കാനായിട്ട് നമ്മൾ പഠിക്കുക. ക്രിയേറ്റ് വാല്യൂ, സമൂഹത്തിന് ആവശ്യമുള്ള വാല്യൂ അഡീഷൻ നമുക്ക് നൽകാനായിട്ട് സാധിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ക്രിയേറ്റിവിറ്റിയുടെ സ്പേസ് കൃത്യമായിട്ട് ഉണ്ടാകുന്നത്. അവിടെയാണ് നമുക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് AI യുഗത്തിലാണ്, അല്ലേ? അപ്പൊ AI തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കും എന്നൊക്കെ ആൾക്കാർ പരാതികൾ പറയും. ശരിക്കും AI ക്യാൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ. അവിടെ ക്രിയേറ്റിവിറ്റിക്കാണ് ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റിയുടെ പ്രസക്തി വളരെയധികം കൂടിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് എന്താ ശരിക്കും വേണ്ടേ? ഇന്നോവേഷൻ വേണം, തിങ്ക് ക്രിട്ടിക്കൽ തിങ്കിങ് വേണം, സോൾവ് റിയൽ വേൾഡ് പ്രോബ്ലംസ്, അഡാപ്റ്റ് ക്വിക്ക്ലി, ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളാണ് സമൂഹത്തിന്റെ ഡിമാൻഡ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു സ്ലൈഡ്. അപ്പോൾ
ഇത്തരത്തിൽ ക്രിയേറ്റിവിറ്റിയുടെ സ്പേസ് ഓരോ നാളും കൂടിക്കൊണ്ടിരിക്കുന്ന യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ നാട്ടിലാണ് നമ്മൾ ക്രിയേറ്റിവിറ്റിയെ കൊന്നുകൊണ്ടിരിക്കുന്നത്. പേരൻസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. ഈ 5 കാര്യങ്ങളാണ് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയെ കൊല്ലുന്നത്. അത് നമുക്ക് വിശദമായിട്ട് നോക്കാം. 1. ടു മച്ച് സ്ക്രീൻ ടൈം. 2. സോൾവിങ് എവറി പ്രോബ്ലം ഫോർ ദം. 3. ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്ക്. 4. കോൺസ്റ്റന്റ് കമ്പാരിസൺ വിത്ത് അതേഴ്സ്. 5. ഫോക്കസിങ് ഓൺലി ഓൺ മാർക്സ്. നമ്പർ 1, സ്ക്രീൻ ടൈം റീപ്ലേസസ് ഇമാജിനേഷൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. റെഗുലർ ആയിട്ട് സ്ക്രീൻ ടൈം ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇമാജിനേഷൻ പവർ കുറയുന്നുള്ളത്. അതിൻ്റെ അകത്ത് ഒരു പോയിന്റ് കൂടി ഉണ്ട്. നമ്മുടെ തലമുറ, അതായത് ഇപ്പം ഞാൻ അല്ലെങ്കിൽ എൻ്റെ സീനിയർ ആയിട്ടുള്ള പ്രായമുള്ള വ്യക്തികളൊക്കെ തലമുറ എടുത്താൽ അവർ ക്രിയേറ്റേഴ്സും ഇപ്പോഴത്തെ തലമുറ എടുത്തു കഴിഞ്ഞാൽ അവർ കൺസ്യൂമേഴ്സ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ടോയ്സിന്റെ കാര്യം മാത്രം നോക്കിയേ. ഇന്നത്തെ കുട്ടികൾക്ക് ടോയ്സ് നേരെ അങ്ങ് മേടിച്ചു കൊടുക്കുക, അവർ കൺസ്യൂം ചെയ്യുക. അതേസമയം നമ്മളൊക്കെ ക്രിയേറ്റ് ചെയ്തരാ. നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് റബ്ബറിന്റെ ഒട്ടുപാൽ ഉപയോഗിച്ച് ബോൾ ഉണ്ടാക്കിയിട്ടുള്ളവരാ, ഓലപ്പന്ത് ഉണ്ടാക്കിയിട്ടുള്ളവരാ. നമ്മൾ കളിക്കാനുള്ള പല ഐറ്റംസും നമ്മൾ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കി, ഉജാല കുപ്പിയുണ്ട് വെട്ടിയിട്ട് വണ്ടി ഓടിച്ചിട്ടുള്ള ആൾക്കാരാ. അപ്പൊ അന്നൊരു ക്രിയേറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുമായിരുന്നു. കാരണം ഇതിനെ എങ്ങനെ ബോൾ ആക്കി മാറ്റാൻ പറ്റും, ഇതിനെ എങ്ങനെ റൗണ്ട് ആക്കി മാറ്റാൻ പറ്റും, ഇതിനെ എങ്ങനെ സ്ക്വയർ ആക്കി മാറ്റാൻ പറ്റും, ഇത് എന്ത് വെച്ച് കട്ട് ചെയ്താൽ ഇത് മുറിയും, എന്തൊക്കെ അപകടങ്ങൾ ഇതിന്റെ പുറകിൽ പതുങ്ങിയിരിപ്പുണ്ട്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നല്ല മെറ്റീരിയൽസ് ആയിട്ടുള്ളത്, എന്താണ് മോശമായിട്ടുള്ളത് തുടങ്ങിയൊക്കെ നമ്മൾ അറിഞ്ഞു അറിയാതെ ചിന്തിക്കുമായിരുന്നു. ഒപ്പം തന്നെ കളർ കോമ്പിനേഷൻസ്, ഫോൾഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതെ നമ്മൾ പഠിക്കുമായിരുന്നു. നമ്മുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, ചെറിയ മസിൽസിന്റെ ഒക്കെ മൂവ്മെന്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഈ സൂചി നൂലും കോർക്കുമ്പോഴും ഇതൊക്കെ ഒട്ടിക്കുമ്പോഴൊക്കെ സംഭവിക്കുകയാണ്. അപ്പൊ ആ ക്രിയേഷന്റെ ഭംഗിയേക്കാൾ ഉപരി, അതിന്റെ റിസൾട്ടിനേക്കാൾ ഉപരി ആ ക്രിയേഷൻ പ്രോസസ്സ് നമ്മുടെ ബ്രെയിനെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പാക്കറ്റ് ആയിട്ട് സാധനങ്ങൾ കിട്ടുമ്പോൾ, അകപ്പാടെ ഈ ബിൽഡിംഗ് ബ്ലോക്ക് ഒക്കെയാണ് എക്സെപ്ഷൻ ആയിട്ടുള്ളത്, ബാക്കി എല്ലാം തന്നെ നമുക്ക് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരിത് കൺസ്യൂം ചെയ്യുക. ഒന്ന് നോക്കിക്കേ, നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താ? കൺസ്യൂമർ സ്റ്റേറ്റ് എന്നാ, അല്ലെ? ക്രിയേഷൻ സ്റ്റേറ്റ് എന്നല്ല. അതുകൊണ്ടാണ് നമ്മൾ പല സ്റ്റേറ്റുകളും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ഇപ്പോഴും. കാരണം നമ്മുടെ ബ്രെയിൻ ചെറുപ്പം മുതലേ കൺസ്യൂം ചെയ്ത് എന്ത് സംഭവിച്ചു? എനിക്ക് എല്ലാം കിട്ടണം എന്നുള്ള രീതിയായി. ഗവൺമെന്റ് എനിക്ക് ജോലി തരണം, ഞാൻ പഠിച്ചെങ്കിൽ എനിക്ക് ജോലി തരണം, അല്ലാതെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്, തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മജോറിറ്റി ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഭാവിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ വളരെ ചെറുപ്പത്തിലെ ഈ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ വിശദമാക്കിയത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിഹാരം എന്താ? നമ്മൾ ഈ കൺസ്യൂമർ മൈൻഡ് സെറ്റിൽ നിന്ന് ക്രിയേറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മൂവ് ചെയ്യണം. അതിന് എന്ത് ചെയ്യണം? റീപ്ലേസ് സ്ക്രീൻ ടൈം വിത്ത് ക്രിയേഷൻ ടൈം. രണ്ടാമത്തെ പ്രധാന പ്രോബ്ലം, ഡോണ്ട് സോൾവ് എവറി പ്രോബ്ലം ഫോർ ദം. രക്ഷകർത്താക്കൾ തങ്ങളുടെ കുട്ടികളെ ദ ബെസ്റ്റ് ആക്കാൻ, നമ്പർ 1 ആക്കുവാനായിട്ട് കുട്ടികളെ കൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യിക്കാതെ അവർ തന്നെ കയറി ചെയ്യും. സ്കൂളിൽ നിന്ന് പ്രൊജക്റ്റുകളൊക്കെ കിട്ടുമ്പോൾ പേരൻസ് അതങ്ങ് ചെയ്ത് ഭംഗിയാക്കി ദ ബെസ്റ്റ് ആക്കിയിട്ടും കൊടുക്കും. ഇതുകൊണ്ട് എന്താ സംഭവിക്കുക? കുട്ടിക്ക് ഫെയിൽ ആകാനുള്ള അവസരം കിട്ടില്ല. ശരിക്കും ഫെയിൽ ആകണം. അവരുടെ സ്ട്രാറ്റജി തന്നെ അവർ തിങ്ക്, ട്രൈ, ഫെയിൽ, ലേൺ ആൻഡ് ഗ്രോ. വീണ് ഒരാൾക്ക് പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അവരത് ചെയ്ത് നോക്കുമ്പോഴാണ് അവർക്ക് ഇതിനകത്ത് ഇങ്ങനെയും കൂടെ മാറി ചിന്തിക്കാമല്ലേ, ഈ ഒരു വഴി തെറ്റാണല്ലേ, ഇത് കുറച്ചുകൂടെ നല്ലതാണല്ലേ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. ശരിക്കും ക്രാഫ്റ്റിൽ നമ്മൾ എപ്പോഴും പറഞ്ഞൊരു വാചകമുണ്ട്, ക്രാഫ്റ്റിൽ പെർഫെക്ഷൻ നോക്കരുത്. ക്രാഫ്റ്റിൽ കുട്ടി ചെയ്യുന്ന എന്താണോ അതാണ് ക്രാഫ്റ്റ്. അത് അവൻ ചെയ്ത് അവൻ തന്നെ സ്വയം ബോധ്യം വന്ന് തിരുത്തി വരുമ്പോൾ അവനൊരു നല്ല പ്രോബ്ലം സോൾവറായി മാറും. അപ്പൊ ഗ്രോത്ത് ഹാപ്പൻസ് ത്രൂ എക്സ്പീരിയൻസ്. അനുഭവങ്ങളിലൂടെ മാത്രമാണ് വളർച്ച ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കൾ എല്ലാം ചെയ്തു കൊടുക്കാതെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പര്യാപ്തരാക്കുക എന്നുള്ള അതിന് ഏറ്റവും നല്ല മാർഗമാണ് ക്രാഫ്റ്റ് ട്രെയിനിങ്. 3ഉം 4ഉം പോയിന്റ് ആണ് ഇവിടെ നമ്മൾ പങ്കുവെക്കുന്നത്. അതിൽ 2 ഹിഡൻ ക്രിയേറ്റിവിറ്റി കില്ലേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ഫിയർ ഓഫ് മിസ്റ്റേക്സ് ആണ്. മിസ്റ്റേക്സ് വരുത്തുമോ എന്നുള്ള ഭയം. കുട്ടിയോട് പറയണം, ഡോണ്ട് സ്പോയിൽ ഇറ്റ്, അതെടുത്ത് നശിപ്പിച്ചേക്കരുത്, അത് നീ വരച്ചേക്കരുത്, ഞാൻ വന്നിട്ട് ചെയ്യാവുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ അവന് ആ തെറ്റിക്കാനുള്ള ഒരു അവസരം ഇല്ലാതെ മാറുക. അത് തെറ്റാണ്, ദാറ്റ്സ് റോങ്, ഡു ഇറ്റ് പ്രോപ്പർലി. ഇതന്നെ ഈ കളർ അടിക്ക്, പച്ച അടിക്ക്, പച്ച എന്നതിന് പകരം നീ തന്നെ തീരുമാനിക്കും. ഇപ്പം മരത്തിന്റെ കളർ എന്താ, ഇവനെ നോക്കിയിട്ട് വരൂ. അപ്പോൾ അത് അവൻ നോക്കിയിട്ട് താഴ്ഭാഗത്ത് ചിലപ്പോൾ കട്ടിയുള്ള പച്ച, മുകളിലോട്ടുള്ള ഇലകൾക്ക് കുറച്ച് ലൈറ്റ് പച്ച അടിക്കും. കാരണം അവന് തന്നെ സ്വയം കണ്ട് വന്ന് ചെയ്തുകൊണ്ട്. അപ്പൊ അവൻ അതിനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കുകയും അതിൽ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ മിസ്റ്റേക്ക് വരുത്താനുള്ള അവസരം കൊടുക്കുകയും ചെയ്യുക. ഈ അവസരം കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? അവരെ ട്രൈ ചെയ്യുന്നത് നിർത്തും. ട്രൈ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഗ്രോത്ത് ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ ഭാഗം, കമ്പാരിസൺ ഡിസ്ട്രോയ്സ് കോൺഫിഡൻസ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്താൽ ഇഷ്യൂ ആണെന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. കാരണം നമ്മൾ എപ്പോഴും ഈ വർക്ക് ചെയ്യുമ്പോൾ അവന്റെ കസിനെ കണ്ടുപിടിക്കും, അവന്റെ മാർക്ക് കണ്ടോ, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടോ, നിന്റെ ഫ്രണ്ടാണ് ഇതിൽ നന്നായിട്ട് ചെയ്തല്ലോ, അവൻ ചെയ്യുന്നുണ്ടല്ലോ, നിനക്കൊന്നും പറ്റാത്ത, ഇങ്ങനെ ഈ കമ്പാരിസൺ വരുമ്പോൾ എന്ത് പറ്റും? ഒരു ഇൻഫീരിയറിറ്റി, ഒരു ഡൗട്ടുകളൊക്കെ വരും. ശരിക്കും ഈ ക്രാഫ്റ്റ് ട്രെയിനിങ് പ്രോപ്പറായിട്ട് നമ്മൾ കൊടുക്കുന്നതോടുകൂടി ആ കുട്ടി ചെയ്യുന്നതാണ് അവന്റെ ക്രാഫ്റ്റ്. അത് അവൻ്റെതായ ഒരു ഫ്രീഡം നൽകണം, അവൻ്റെതായ യുണീക്നെസ്സിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ അനുവാദം കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലൈഫിൽ ഒന്നുമല്ലാതെ ഒരു കുട്ടിയായി മാറി കഴിയുമ്പോൾ നിനക്ക് എന്തായിരുന്നു ഇവിടുത്തെ പ്രശ്നം, നീ യുണീക്ക് അല്ല, നീ യുണീക്ക് ആയിട്ടൊന്ന് പോയാൽ എന്ന് വലുതാകുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ യുണീക്നെസ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ നിന്റെ ക്രാഫ്റ്റ് മറ്റുള്ളവർക്കാരും ഡിഫറെന്റ് ആയിരിക്കും. കാരണം നീ യുണീക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരെ പോലെ വരയ്ക്കാനല്ലാതെ നിന്റെ ഇന്നലകളുമായി
കമ്പയർ ചെയ്തിട്ട് ബെറ്റർ ആക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ചെറുപ്രായത്തിൽ നമുക്ക് ശീലിപ്പിക്കാൻ പറ്റണം. അത് ചെയ്തില്ലെങ്കിൽ ഉറപ്പായും കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി നശിച്ചു പോകും. ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വ്യക്തികളും പറയുന്ന കാര്യമാണ് 5ാമത്തെ പോയിന്റ്. മാർക്സ് എലോൺ കാനോട്ട് ബിൽഡ് ലൈഫ്. അക്കാഡമിക് സക്സസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, മാർക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന, പക്ഷേ ഫ്യൂച്ചർ സക്സസിന് വേറെ കുറച്ച് കാര്യങ്ങൾ വേണം. അതിനെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറിയ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ സിവിൽ സർവീസ് കോച്ചിങ് ആരംഭിക്കുക. ചെറിയ പ്രായത്തിൽ പോലും എന്ന് വെച്ചാൽ ഈ സമയത്ത് ഈ മാർക്കിലേക്കുള്ള ഫോക്കസ് പോകുമ്പോൾ ചില കാര്യങ്ങൾ മിസ്സാകും. ആ മിസ്സാകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ക്രിയേറ്റിവിറ്റി മിസ്സാകും. എങ്ങനെയെന്നുള്ളത് മുമ്പേ വ്യക്തമാക്കിയതാ. കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ മിസ്സാകും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുണ്ടാവും, എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുണ്ടാവില്ല. പല കുട്ടികൾക്ക് ഇന്ന് ലാക്ക് ചെയ്യുന്നതാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി, അതായത് അവരൊരു ഗ്രൂപ്പിൽ പോയിട്ട് ആൾക്കാരോട് മിങ്കിൾ ചെയ്യാനോ അവിടെ ലീഡർ ആകാനോ പലർക്കും പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ അറിയാം, പഴയതുപോലെ കുട്ടികളിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണുന്നില്ല. അതേസമയം ഉള്ള കുട്ടികൾക്ക് വളരെ മികച്ച രീതിയിലുണ്ട്, കാരണം അവർ പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ട് വരുന്ന കുട്ടികളാണ്. അതുപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ല, വേറൊരാളുടെ വേദനയെ ഒന്ന് മനസ്സിലാക്കാനോ അവരെ ഒന്ന് സഹായിക്കാനോ അടുത്തിരിക്കുന്ന ആൾ വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പോലും ഉള്ള ഒരു ഇമോഷണൽ ഇന്റലിജൻസ് പല കുട്ടികൾക്കും ഇല്ല. കാരണം അവർ ഏറ്റവും അധികം ലാക്ക് ചെയ്യുന്ന സോഷ്യൽ സ്കിൽസ് ആണെന്നുള്ളത് നമ്മൾ കണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോബ്ലം സോൾവിങ് സ്കിൽ ഇല്ല, അവര് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അവസരങ്ങൾ അധികം കിട്ടുന്നില്ല. എല്ലാം ഈവൻ എന്തിനാ പറയുന്നത്, ഗെയിം കളിക്കുമ്പോൾ പോലും തോക്കാവുന്ന സമയമാകുമ്പോൾ അവർ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് തോൽവി സമ്മതിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത് പഠനവുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം സോൾവിങ് മാത്രമേ ഉള്ളൂ. സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രോബ്ലം സോൾവിങ്ങിൽ എത്ര പേർക്ക് സ്കിൽ ഉണ്ടെന്നുള്ളത് ചോദിച്ചതിനും തന്നെയാണ്. അതുപോലെ തന്നെ ടീം വർക്ക്, പല സ്കൂളുകളിൽ ഇപ്പം നമ്മൾ കാണുന്ന കാര്യമാണ്. ക്ലാസ്സിന്റെ അകത്ത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി മാറിക്കൊണ്ടിരിക്കുക. അവരുടേതായ കംഫർട്ട് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളായിരിക്കാം, ചിലപ്പോൾ ആരും തന്നെ കാണില്ല. അവർ ആ ക്ലാസ് ഒരു ടീമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നേ ഇല്ല. അവർക്കിടയിൽ ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ മാത്രം അവരുടെ ലോകത്തേക്ക് അവർ ഒതുങ്ങുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈഫ് സ്കിൽസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലൈഫ് സ്കിൽസിന്റെ ഇമ്പ്രൂവ്മെന്റ് ഇല്ലാതെ നമ്മൾ എത്ര മാർക്ക് മേടിച്ചിട്ടും കാര്യമില്ല. കാരണം സമൂഹത്തിന് ആവശ്യമുള്ളത്, നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടത് ലൈഫ് സ്കിൽസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളില്ലാതെ മാർക്ക് നേടിയിട്ട് കാര്യമില്ല. മാർക്കിന് പ്രാധാന്യം ഇല്ലെന്നുള്ളതല്ല, ഈ കാര്യങ്ങളോടൊപ്പം വേണം നമ്മൾ മാർക്ക് നേടാനായിട്ട്. മാർക്സ് മെഷർ നോളജ്, സ്കിൽ ബിൽഡ് ലൈഫ്. നമ്മളൊക്കെ അൾട്ടിമേറ്റ്ലി ജീവിക്കുന്നത് ലൈഫ് നന്നാകാൻ വേണ്ടിയല്ലേ. അപ്പോൾ അതിന് ഇതിന്റെ പ്രാധാന്യമുണ്ട്. അപ്പോൾ മാർക്കിന്റെ പേരിൽ ബഹളം വെച്ച് പേരൻസ് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുന്നു. അപ്പൊ പ്രശ്നങ്ങളൊക്കെ പങ്കുവെച്ചു, പരിഹാരങ്ങളും കുറെ എണ്ണം അതിലൂടെ പങ്കുവെച്ചു. ഇതിൽ എന്താണ് ഹഗ് വ്യത്യസ്തമായിട്ട് നൽകുന്നതെന്ന് പങ്കുവെക്കട്ടെ. സാധാരണ ഒരു ചോദ്യമുണ്ട്, ഞങ്ങളുടെ സ്കൂളിൽ നമ്മൾ ക്രാഫ്റ്റ് ട്രെയിനിങ് നടക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് അഡീഷണൽ ആയിട്ട് ക്രാഫ്റ്റ് പഠിക്കേണ്ടത്? അവിടെയാണ് ഹഗിന്റെ വിഷന്റെ പ്രാധാന്യം. നിങ്ങൾ ഹഗ് എന്നുള്ള പ്രസ്ഥാനത്തെ അറിയാമെങ്കിൽ അത് ചിന്തിക്കുമ്പോൾ തന്നെ അതിന്റെ മോട്ടോ കൂടെ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും. എന്താ നമ്മുടെ മോട്ടോ? ബി ഹോപ്പ്ഫുൾ, അൺലീഷ് യുവർ യുണീക്നെസ് ആൻഡ് ഗ്രോ പർപ്പസ്ഫുള്ളി. ആ ബി ഹോപ്പ്ഫുളിന്റെ എച്ച് ആണ് കേട്ടോ ഹഗിന്റെ എച്ച്, യുണീക്നെസിന്റെ യു ആണ് രണ്ടാമത്തെ യു, ഗ്രോ പർപ്പസ്ഫുള്ളിയുടെ ജി ആണ് നമ്മുടെ തേർഡ് ലെറ്റർ ജി. അതാണ് ഹഗ്, HUG, ഹോപ്പ്, യുണീക്നെസ്, ഗ്രോത്ത്. നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ ക്രാഫ്റ്റിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്? അതായത് നമ്മുടെ ലൈഫിൽ വിജയിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ 3 വാക്കിൻ്റെ അകത്തുണ്ട്. ഗ്രോ പർപ്പസ്ഫുള്ളി, നമുക്കൊരു പർപ്പസ് ഉണ്ട്, ആ പർപ്പസ് കണ്ടെത്തി വേണം ജീവിക്കാൻ. മറ്റുള്ളവരുടെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ പണി. 2, അൺലീഷ് യുവർ യുണീക്നെസ്. നമുക്ക് പലതരം പാഷൻസ് ഉണ്ട്, ആ പാഷൻസിൽ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള എന്താണോ ആ യുണീക്നെസ്സിനെ അൺലീഷ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ഹോപ്പ് നൽകുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബി ഹോപ്പ്ഫുൾ അതെങ്ങനെ നൽകുന്നത്? ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് ഡെവലപ്പ് ദെയർ സ്ട്രെങ്സ്. നമ്മുടെ ഹഗിന്റെ ക്രാഫ്റ്റ് ട്രെയിനിങ്ങിലൂടെ കുട്ടികളുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും, അവരുടെ സ്ട്രെങ്തുകൾ ഡെവലപ്പ് ചെയ്യും. അതിനൊരു സ്ട്രാറ്റജി ഉണ്ട് കേട്ടോ, അത് ഞാൻ വിശദമാക്കാം. 2, അൺലീഷ് യുവർ യുണീക്നെസ്, ഡിസ്കവർ ദെയർ യുണീക്നെസ് ആൻഡ് അൺലീഷ് ഇറ്റ്. ഒരു കുട്ടിക്ക് ക്രാഫ്റ്റിൽ പല മേഖലകളുണ്ട്, അതിലേത് കഴിവാണ് കൂടുതലുള്ളത് അത് അൺലീഷ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കി കൊടുക്കും. 3ാമത്തേത് ഗ്രോ പർപ്പസ്ഫുള്ളി, ക്രിയേറ്റ് മീനിങ് ഫുൾ ഓർ പർപ്പസ്ഫുൾ സക്സസ്. വെറുതെ വിജയമല്ല, ലൈഫിന്റെ പർപ്പസിന് ആവശ്യമായിട്ടുള്ള സക്സസ് നേടുക. അതിനു വേണ്ടിയിട്ട് ആണ് ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലോകത്ത് ഒരാൾക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷൻ ഏതാണെന്ന് പറയാമോ? ടീച്ചിങ്, പൊളിറ്റിക്സ്, ട്രാവലിംഗ്, ഈറ്റിംഗ്? നോ. എന്താണോ ആ വ്യക്തിയുടെ പാഷൻ, ആ പാഷനെ പ്രൊഫഷൻ ആക്കാൻ പറ്റുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. സത്യമല്ലേ? ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറെ പിടിച്ച് സിവിൽ എഞ്ചിനീയർ ആക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല. A.R. റഹ്മാനെ പിടിച്ചിട്ട് ഗവൺമെന്റ് എംപ്ലോയി ആക്കിയിരുന്നെങ്കിൽ ആ ഓഫീസിൽ അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം അദ്ദേഹത്തിന്റെ പാഷൻ എന്താ? മ്യൂസിക് ആണ്. ആ മേഖല അദ്ദേഹം പ്രൊഫഷനാക്കി മാറ്റി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിജയിക്കാനായിട്ടും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്കും ഈ ലോകത്ത് ഏറ്റവും അധികം പെർഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം?
നിങ്ങളുടെ പാഷനെ പ്രൊഫഷൻ ആക്കണം. ഹഗിന്റെ വിഷൻ എന്താണെന്നറിയോ? പാഷനെ പ്രൊഫഷൻ ആക്കുക, എന്നിട്ട് അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതിന് വരുമാനം ഉണ്ടാക്കണം, അതിലൂടെ എന്താണോ നമ്മൾ നേടണം എന്ന് ആഗ്രഹിക്കുന്നത് അത് നേടണം. ഈ തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി യുവാക്കളെ നമ്മൾ കൈപിടിച്ചുയർത്താനുള്ള 1-2 കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കരിയർ മെന്റർ മാസ്റ്ററിയും ഹിപ്നോട്ടിസം അടക്കമുള്ള കുറേ കോഴ്സ് ചെയ്യുന്നുണ്ട്. കൊച്ചു കുട്ടികളിലേക്ക് 4 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് അവരുടെ പാഷനെ പ്രൊഫഷൻ ആക്കുന്ന ചെറിയ പ്രായത്തിൽ എത്തിക്കുവാനുള്ളൊരു അവസരം ഒരുക്കുക എന്നുള്ള, ചെറിയ പ്രായത്തിൽ ജോലിക്ക് വിടുക എന്നല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കരുത്. ചെറിയ പ്രായത്തിൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാകുവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവരുടെ പാഷനെ സ്കില്ല് ഡെവലപ്പ് ചെയ്യും, സ്കിൽ ഡെവലപ്പ് ചെയ്ത് പ്രൊഫഷൻ ആക്കും, എന്നിട്ട് അതിന് വാല്യൂ ആഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആക്കുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിലെ ഈ കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പ്രതീക്ഷ നഷ്ടമാകുമ്പോഴല്ലേ. സ്വന്തം കഴിവിൽ പ്രതീക്ഷ ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുമോ? കുട്ടികൾ ചെറിയ പ്രായത്തിലെ നിനക്ക് ഇന്ന കഴിവുണ്ട്, നിനക്ക് വരയ്ക്കുവാൻ കഴിവുണ്ട്, നിനക്ക് ഡിസൈൻ ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയാലോ. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഈ ക്രാഫ്റ്റ് കോഴ്സ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ കോഴ്സ് നടത്തുമ്പോൾ വലിയൊരു ലക്ഷ്യം കൂടി ഉണ്ട് കേട്ടോ. സായിപ്പിനെയൊക്കെ നോക്കിയാൽ ചെറിയ പ്രായത്തിൽ തന്നെ ലോകോത്തര താരങ്ങളായി മാറും നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ യുവാക്കൾ 25-30 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒന്ന് സെറ്റിൽ ആകുന്നത്. കാരണം അവർക്ക് അവരുടെ കഴിവ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അവർ സ്വന്തമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയ ശേഷം. അതിന് മുമ്പായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചാലോ. ഇപ്പോൾ വൈഭവ് സൂര്യവംശിയുടെ അച്ഛൻ വളരെ ചെറുപ്പത്തിലെ ക്രിക്കറ്റിൽ ഇവരുടെ കഴിവ് കണ്ടെത്തിയുണ്ടല്ലേ വൈഭവ് സൂര്യവംശിയും അനിയനെയും ഈ ചെറു പ്രായത്തിലെ ക്രിക്കറ്റിലേക്ക് ഇറക്കാൻ സാധിച്ചത്. അതുപോലെ നമ്മുടെ കുട്ടികളെ ലോകോത്തര താരങ്ങളാക്കി നമുക്ക് മാറ്റണം. അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവിനെ ചെറുപ്പത്തിലെ കണ്ടെത്തിയിട്ട് അവർക്കൊരു സ്പേസ്, ഒരു എക്കോ സിസ്റ്റം നമുക്ക് ഒരുക്കണം. നാളെ നമ്മുടെ നാട്, ഈ ലോകം അഭിമാനിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കാൻ ഒരു വലിയ ലക്ഷ്യവും കൂടെ ഈ ഒരു കോഴ്സിനുണ്ട്. എങ്കിൽ പറയൂ, ഹഗ്ഗിലെ ക്രാഫ്റ്റ് ട്രെയിനിങ്ങിലൂടെ കുട്ടികളുടെ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് ഉണ്ടാകുന്നത്? വേണ്ട, ഈ പറയുന്ന ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാകും. ഒന്ന്, അവർ ക്രിയേറ്റിവിറ്റി കൂടും, ഫോക്കസ് കൂടും. കാരണം ഫോക്കസ് പോയി ഡിസ്ട്രാക്ഷനിലൂടെ കടന്നു പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പേഷ്യൻസ് കൂടും. നമ്മുടെ മുൻ ബാച്ചുകൾ പഠിച്ച കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, അവരുടെ ക്ഷമ കൂടാൻ തുടങ്ങും. കാരണം ഇവർ സ്വയം ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട്, നമ്മൾ കൊടുക്കുന്ന ടാസ്കുകളുടെ ഭാഗമായിട്ട് ഇവരുടെ ക്ഷമാശീലം വലിയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. കാരണം ആ രീതിയിൽ കുട്ടികളെ നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഫൈൻ മോട്ടോർ സ്കിൽസ്, ചെറിയ മസിൽസിന്റെ മൂവ്മെന്റുകൾ അവർ പഠിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില വലിയ ക്ലാസ്സുകളിൽ +1 +2 ഉള്ള കുട്ടികൾ ചിലർക്ക് ഈ സ്കെയിലും പെൻസിലും പ്രോപ്പർ ആയിട്ട് വരയ്ക്കാൻ ഇപ്പോഴും അറിയാത്ത കുട്ടികളുണ്ട്. കാരണം അവർക്ക് ഫൈൻ മോട്ടോർ സ്കിൽസ്, അവരുടെ കൈകൾ പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ആകുന്നില്ല എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന വലിയൊരു ചലഞ്ചാണ്. അതുപോലെ തന്നെ ഇന്നോവേഷൻ, പ്രോബ്ലം സോൾവിങ്, ടീം വർക്ക്, കോൺഫിഡൻസ്, ഇതല്ലേ വേണ്ടത്? ഇതല്ലേ നമ്മുടെ യുവാക്കൾക്ക് വേണ്ടത്? ലേണിംഗ് ബൈ ഡൂയിങ് ക്രിയേറ്റ്സ് ലൈഫ് ലോങ് ലേണിംഗ്. അത്തരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ തയ്യാറാക്കി യുവാക്കളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഹഗ്ഗിന്റെ ക്രാഫ്റ്റ് ട്രെയിനിങ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയാണെന്ന് പങ്കുവെക്കട്ടെ. നമ്മുടെ USP, യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ പങ്കുവെക്കട്ടെ. ഈ പറയുന്ന 2 കാര്യങ്ങളാണ്. നമുക്ക് ക്രാഫ്റ്റ് ട്രെയിനേഴ്സ് മാത്രമല്ല ഉള്ളത്, ഒപ്പം തന്നെ മെന്റേഴ്സ് കൂടെ ഉണ്ടാകും. ഈ മെന്റേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ഹഗ്ഗിന്റെ തന്നെ സർട്ടിഫൈഡ് കരിയർ മെന്റേഴ്സ് ആയിരിക്കും. ഇവർക്ക് കുട്ടികളുടെ ലൈഫ് സ്കിൽസും മൾട്ടിപ്പിൾ ഇന്റലിജൻസും അസസ് ചെയ്യാൻ കഴിവുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഓരോ കുട്ടിക്കും പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ ലഭിക്കുവാനായിട്ട് നമ്മൾ ആ കുട്ടികളുടെ കഴിവിനനുസരിച്ച് പറ്റിയ ഒരു മെന്ററെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ മെന്ററും പേരന്റുമായിട്ടിരിക്കും. ഈ കോഴ്സിന്റെ തുടക്ക സമയത്ത് തന്നെ മെന്ററും പേരന്റുമായിട്ടിരുന്നിട്ട് ഈ കുട്ടിക്ക് എന്തൊക്കെ ചലഞ്ചസ് ഒക്കെ ആണുള്ളത്, ഈ ഒരു കോഴ്സിലൂടെ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് വരുത്തേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യും. അതിനോടൊപ്പം തന്നെ കുട്ടിയുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ചെക്ക് ചെയ്യും, ലൈഫ് സ്കിൽസ് ചെക്ക് ചെയ്യും. അപ്പോൾ അതിൽ കുറവുള്ള എന്തൊക്കെയാണോ, അതിൽ ഏതൊക്കെയാണോ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടൈം പീരീഡിനകത്ത് ആ കാര്യങ്ങൾ ആദ്യമേ തന്നെ നമ്മളൊന്ന് നോട്ട് ചെയ്യും. എന്നിട്ട് അതിന്മേലായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിന്റെ അകത്ത് കുട്ടിയുടെ സ്ട്രെങ്ത്, ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്, ലൈഫ് സ്കിൽസ് അസസ്മെന്റ്, പേഴ്സണലൈസ്ഡ് ഡെവലപ്മെന്റ് പ്ലാൻ, ഇനി മുമ്പോട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നൽകും. അതിന് പേരൻസിന് സപ്പോർട്ട് കൂടെ വേണം കേട്ടോ. ആ കാര്യങ്ങൾ നൽകുന്ന ടാസ്കുകൾ, അതിന്റെ ഭാഗമായി നൽകുന്ന ടാസ്കുകൾ കൃത്യമായിട്ട് ചെയ്യണം. അത് ചെയ്യുമ്പോൾ ഈ കോഴ്സ് നടക്കുന്ന സമയത്ത് തന്നെ കുട്ടിയിലെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന നമ്മുടെ സർട്ടിഫൈഡ് കരിയർ മെന്റേഴ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഓരോ ബാച്ചിലും പഠിച്ചിറങ്ങിയവരുടെ ഫോട്ടോസ് ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെ കരിയർ പ്ലസ് ക്രാഫ്റ്റ്, ഈ രണ്ടിനോടും താല്പര്യമുള്ളവരായിരിക്കും നമ്മൾ മെന്റേഴ്സ് ആയിട്ട് അസൈൻ ചെയ്യുന്നത്. അവരെയായിരിക്കും നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ മെന്ററായിട്ട് നമ്മൾ നൽകുന്നത്. ഈ റിപ്പോർട്ട് നോക്കിയേ, ഇത് കഴിഞ്ഞ ബാച്ചിൽ നമ്മൾ നൽകിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന് പ്രകാരം സ്റ്റുഡന്റിന്റെ പ്രൊഫൈൽ ഉണ്ട്, ഓവർവ്യൂ നമ്മൾ നൽകും, പ്ലസ് കീ സ്ട്രെങ്ത്സ് ഒബ്സർവ്ഡ്, ഏരിയാസ് ഫോർ കണ്ടിന്യൂഡ് ഡെവലപ്മെന്റ്, ആൻഡ് ഫൈനലി റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൾട്ടിപ്പിൾ ഇന്റലിജൻസ് മാപ്പിംഗ് ആൻഡ് കരിക്കുലം ഫോക്കസ്. ഓരോ കുട്ടിക്കും ഏതൊക്കെ ഇന്റലിജൻസ് ആണുള്ളത് അതിനെ ഇന്റലിജൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ, ഇന്റലിജൻസ് ഇങ്ങനെ വേരി ചെയ്തിരിക്കും കേട്ടോ. അതിൻ്റെ അകത്ത് ചില നമുക്ക് ഇമ്പ്രൂവ് എടുക്കാൻ പറ്റും. ആ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് ആയിരിക്കും കിട്ടുക. നമ്മുടെ കോഴ്സിൽ ഏറ്റവും അധികം ഫീഡ്ബാക്ക് പങ്കുവച്ചിരിക്കുന്ന കാര്യമാണ് ഈ റിപ്പോർട്ട് കിട്ടുന്നതോടുകൂടി കുട്ടിയെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ
പേരൻസിന് സാധിക്കുന്നു എന്നുള്ളത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓരോ ബാച്ച് കഴിയുമ്പോഴും നമ്മൾ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ബാക്കി വിവരങ്ങൾ നമുക്ക് വെബിനാറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പങ്കുവെക്കാം. ഈ ഒരു ലക്ഷ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിന്റെ ഭാഗമായി നിങ്ങളുടെ കുട്ടിയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് ഒപ്പം നിൽക്കാം. അപ്പോൾ നമ്മൾ ആ ക്രിയേറ്റിവിറ്റിയെ കൊല്ലുന്ന ശീലങ്ങളൊക്കെ മാറ്റിയിട്ട് അത് വളർത്താനുള്ള മാർഗം ഒരുക്കിയാൽ അവരുടെ ഭാവി ശോഭനമാകും. വിൽ യുവർ ചൈൽഡ് സിംപ്ലി കൺസ്യൂം ദ ഫ്യൂച്ചർ ഓർ ക്രിയേറ്റ് ദ ഫ്യൂച്ചർ? അതാണ് ചോദ്യം. അനുഗ്രഹീതമായ കഴിവുകൾ കിട്ടിയിരിക്കുന്ന കുട്ടികളുടെ ആ കഴിവിനെ മാക്സിമം വളർത്തിയെടുത്ത് ഈ നാടിലെ ഹീറോസ് ആക്കി മാറ്റുവാൻ നമുക്ക് ഒന്നിച്ചു ചേരാം.